നടി പാർവതി തിരുവോത്ത് ഇതുവരെ മലയാളത്തിൽ അഭിനയിച്ച സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടോ അതോ വിജയിച്ചോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അതിന് മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 2006 വിശ്വനാഥന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലൂടെയാണ് പാർവതി തിരുവോത്ത് മലയാള സിനിമാ രംഗത്തെത്തുന്നത്. അർജുൻ ശശി, നിരഞ്ജന, പാർവതി തിരുവോത്ത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രശസ്ത സംവിധായകൻ AK ലോഹിതദാസ് ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളും എത്തിയിരുന്നു. ഗായത്രി എന്ന കഥാപാത്രത്തെയായിരുന്നു പാർവതി ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ രക്ഷയില്ല, പാർവതിയുടെ ആദ്യ ചിത്രം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. രണ്ടാമത്തെ സിനിമ റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ നോട്ട്ബുക്ക് എന്ന ചിത്രമായിരുന്നു. റോമ, മരിയ റോയ്, സ്കന്ദ അശോക്, പാർവതി തിരുവോത്ത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പൂജ കൃഷ്ണ എന്ന കഥാപാത്രത്തെയായിരുന്നു പാർവതി സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും ചെയ്തു. അടുത്തത് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ വിനോദയാത്ര എന്ന സിനിമയാണ്. മുകേഷ്, മീര ജാസ്മിൻ, സീത, പാർവതി തിരുവോത്ത്, ഇന്നസെന്റ്, ഗണപതി തുടങ്ങിയവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. രശ്മി എന്ന കഥാപാത്രത്തെയായിരുന്നു പാർവതി സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും സൂപ്പർ ഹിറ്റ് വിജയം നേടി. അടുത്ത സിനിമ 2007 സിബി മലയിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ഫ്ലാഷ് ആയിരുന്നു. പാർവതി തിരുവോത്ത്, ഇന്ദ്രജിത്ത്, ജഗതി, ഷംന കാസിം, സായ് കുമാർ, സിദ്ദീഖ് തുടങ്ങിയവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയുടെ പേര് പോലെ തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലാഷായി മിന്നി വലിയ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. അടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രമാണ്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, രോഹിണി, പാർവതി തിരുവോത്ത്, രാജീവ് പിള്ള, റിമ കല്ലിങ്കൽ, ശ്വേത മേനോൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വമ്പൻ താരനിരയുണ്ടായിട്ടും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. അടുത്തത് 2014 അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രമാണ്. ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ഫഹദ് ഫാസിൽ, നസ്രിയ, ഇഷ തൽവാർ, പാർവതി തിരുവോത്ത്, നിത്യ മേനോൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ ആരാധകരുള്ള മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്. ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഒരു ബ്ലോക്ക് പോസ്റ്റർ വിജയമാണ് നേടിയത്. ഈ സിനിമയോടുകൂടി ചിത്രത്തിൽ അഭിനയിച്ച മുഴുവൻ പ്രധാന താരങ്ങൾക്കും സൗത്ത് ഇന്ത്യ ഒട്ടാകെ വലിയൊരു ഫാൻ ബേസ് തന്നെ രൂപപ്പെട്ടിരുന്നു. പാർവതി തിരുവോത്ത് അവതരിപ്പിച്ച RJ സാറ എന്ന കഥാപാത്രവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അടുത്തത് RS വിമലിന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രമാണ്. കാഞ്ചനമാലയുടെയും VP മൊയ്തീന്റെയും അനശ്വര പ്രണയത്തിന്റെ കഥയായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത്. പൃഥ്വിരാജും പാർവതി തിരുവോത്തുമായിരുന്നു ഇരുവരുടെയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ടോവിനോ തോമസ്, സായ് കുമാർ, ബാല, ലന, സുധീർ കരമന തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. കാഞ്ചനയുടെയും മൊയ്തീന്റെയും പ്രണയകഥ കേരളം ഒട്ടാകെ ഏറ്റെടുത്തു. ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് പോസ്റ്റർ വിജയമാണ് ഈ സിനിമ നേടിയത്. മാത്രമല്ല പാർവതിയുടെ സിനിമാ കരിയറിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് കൂടിയായിരുന്നു ഈ ചിത്രം. അടുത്തത് മാർട്ടിൻ പ്രക്കാട്ടിന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ചാർലി എന്ന ചിത്രമാണ്. കേരളക്കാരെ ഒട്ടാകെ തരംഗം സൃഷ്ടിച്ച ഈ സിനിമയിൽ ദുൽഖർ സൽമാനും പാർവതി തിരുവോത്തുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. കൂടാതെ അപർണ ഗോപിനാഥ്, നെടുമുടി വേണു, ചെമ്പൻ വിനോദ്, കൽപ്പന, സൗബിൻ ഷാഹിർ, നീരജ് മാധവ് തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിലെ ഡ്രസ്സിംഗ് സ്റ്റൈലും ദുൽഖർ സൽമാന്റെ താടിയൊക്കെ അന്ന് വൻ സെൻസേഷൻ ആയിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും ഈ ചിത്രം നേടിയത് സൂപ്പർ ഹിറ്റ് വിജയമാണ്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ ടേക്ക് ഓഫ് ആണ് പാർവതിയുടെ അടുത്ത ചിത്രം. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, പാർവതി തിരുവോത്ത്, ദിവ്യ പ്രഭ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയത്. അടുത്തത് റോഷ്നി ദിനകറിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ മൈ സ്റ്റോറി എന്ന ചിത്രമാണ്. പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, ഗണേഷ് വെങ്കിട്ടരാമൻ, മനോജ് കെജൻ, മുകുൾ ദേവ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പാർവതിയുടെ സിനിമാ കരിയറിലെ ഒരുപാട് സൂപ്പർ ഹിറ്റുകളുടെയും ബ്ലോക്ക് ബസ്റ്ററുകളുടെയും ശേഷമുള്ള വലിയൊരു പരാജയമായിരുന്നു മൈ സ്റ്റോറി. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. അടുത്തത് 2018 അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൂടെ എന്ന ചിത്രമാണ്. പൃഥ്വിരാജ്, നസ്രിയ, പാർവതി തിരുവോത്ത്, രഞ്ജിത്ത്, മാല പാർവതി, റോഷൻ മാത്യു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. സോഫി എന്ന കഥാപാത്രത്തെയായിരുന്നു പാർവതി തിരുവോത്ത് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും സാമ്പത്തികമായി വലിയ വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് മനു അശോകിന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ ഉയരെ എന്ന ചിത്രമായിരുന്നു. പാർവതി തിരുവോത്തിനെ കൂടാതെ ആസിഫ് അലി, ടൊവിനോ തോമസ്, സിദ്ദീഖ്, അനാർക്കലി മരക്കാർ, പ്രതാപ് പോത്തൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പാർവതി അവതരിപ്പിച്ച പല്ലവി രവീന്ദ്രൻ എന്ന കഥാപാത്രം പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെടുകയും സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും ചെയ്തിരുന്നു. പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഈ സിനിമയ്ക്ക് വളരെ നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത്. റീവാച്ചബിൾ വാല്യൂമുള്ള സിനിമയാണ് ഉയരെ.
അടുത്തത് ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ വൈറസ് എന്ന ചിത്രമായിരുന്നു. കേരളത്തിലുണ്ടായ നിപ്പ വൈറസിന്റെ ഔട്ട്ബ്രേക്കിങ്ങും അന്ന് നമ്മൾ മലയാളികൾ അനുഭവിച്ച പേടിയും ടെൻഷനും ഒക്കെ വളരെ മനോഹരമായി ചിത്രീകരിച്ച യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയായിരുന്നു വൈറസ്. കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, ടൊവിനോ തോമസ്, പാർവതി തിരുവോത്ത്, രേവതി, പൂർണിമ ഇന്ദ്രജിത്ത്, റഹ്മാൻ, റിമ കല്ലിങ്കൽ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അന്ന് ഭയന്ന് വരച്ച സമയത്ത് നിപ്പ വൈറസിനെതിരെ യഥാർത്ഥത്തിൽ പോരാടിയ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റുദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും സാധാരണക്കാരുടെയും ജീവിതമായിരുന്നു ഈ സിനിമയിലൂടെ പറഞ്ഞത്. ഡോക്ടർ അന്നു എന്ന കഥാപാത്രത്തെയായിരുന്നു പാർവതി തിരുവോത്ത് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും ചെയ്തു. ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമാണ് നേടിയത്. അടുത്തത് സക്കരിയ മുഹമ്മദിന്റെ സംവിധാനത്തിൽ 2020 പുറത്തിറങ്ങിയ ഹലാൽ ലവ് സ്റ്റോറി എന്ന ചിത്രമാണ്. ഇന്ദ്രജിത്ത്, ജോജു ജോർജ്, ഷർഫുദ്ദീൻ, ഗ്രേസ് ആന്റണി, സീനത്ത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പാർവതി തിരുവോത്ത് ഈ സിനിമയിൽ ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത്. ഹസീന എന്ന കഥാപാത്രമായിട്ടാണ് പാർവതി എത്തിയത്. പക്ഷേ വലിയ താരനിര ഉണ്ടായിട്ടും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. അടുത്തത് സിദ്ധാർത്ഥ് ശിവയുടെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ വർത്തമാനം എന്ന ചിത്രമാണ്. പാർവതി തിരുവോത്ത്, റോഷൻ മാത്യു, സിദ്ദീഖ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസായത്. പക്ഷേ ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യത്തിൽ ഈ ചിത്രം ഒരു ദുരന്തമായി മാറുകയായിരുന്നു. അടുത്തത് 2021 ആഷിഖ് കപൂ, വേണു, ജയ്ക്ക് തുടങ്ങിയവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആന്തോളജി ചിത്രമായ ആണും പെണ്ണും എന്ന സിനിമയാണ്. ജോജു ജോർജ്, പാർവതി തിരുവോത്ത്, ആസിഫ് അലി, സംയുക്ത മേനോൻ, റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. 3 ചെറിയ സിനിമകൾ ഒരുമിച്ച് കൂട്ടിയതായിരുന്നു ഈ ചിത്രം. എന്നാൽ ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യത്തിൽ ഈ ചിത്രം ഒരു ദുരന്തമായിരുന്നു. അടുത്തത് സനു ജോൺ വർഗീസിന്റെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ ആർക്കറിയാം എന്ന ചിത്രമായിരുന്നു. ബിജു മേനോൻ, ഷറഫുദ്ദീൻ, പാർവതി തിരുവോത്ത്, സൈജു കുറുപ്പ്, ആര്യ, സലീം തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഈ സിനിമയുടെയൊക്കെ കാര്യം ആർക്കറിയാം. ഈ സിനിമ ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യത്തിൽ വലിയ ദുരന്തമായിരുന്നു. അടുത്തത് റത്തീന പി.ടിയുടെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ പുഴു എന്ന ചിത്രമായിരുന്നു. മമ്മൂട്ടി, പാർവതി തിരുവോത്ത്, നടിമുടി വേണു, ആത്മീയ രാജൻ, കുഞ്ചൻ, മാളവിക മേനോൻ, ഇന്ദ്രൻസ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ചിത്രമായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ OTT പ്ലാറ്റ്ഫോമായ സോണി ലൈവ് വഴി ചിത്രം റിലീസ് ചെയ്യുകയായിരുന്നു. അടുത്തത് മേഘ രാമസ്വാമി സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയായ ലാലണ്ണ സോങ് എന്ന ചിത്രമാണ്. വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. റിമ കല്ലിങ്കൽ, പാർവതി തിരുവോത്ത്, നക്ഷത്ര ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. അറിയുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തത് ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങി ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ഉള്ളൊഴുക്ക് എന്ന ചിത്രമാണ്. ഊർവശി, പാർവതി തിരുവോത്ത്, അർജുൻ രാധാകൃഷ്ണൻ, സെബിൻ ബെൻസൻ, അലൻസിയർ ലോപ്പസ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രതികരണം നേടി ഈ സിനിമ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. 1988 ഏപ്രിൽ 7 കോഴിക്കോടാണ് പാർവതി തിരുവോത്ത് ജനിച്ചത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ഒരുപാട് സൂപ്പർ സ്റ്റാറുകളോടൊപ്പം സിനിമകൾ ചെയ്ത നടിയാണ് പാർവതി തിരുവോത്ത്. മറ്റു ഭാഷകളിലും തുടർച്ചയായി വമ്പൻ വിജയങ്ങൾ നേടാൻ പാർവതി തിരുവോത്തിന് സാധിച്ചിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ മലയാളത്തിൽ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാൾ തന്നെയാണ് പാർവതി തിരുവോത്ത്. കസബ എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിനെതിരെ നടത്തിയ പരാമർശത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമാ ലോകത്തു നിന്നും ഒരുപാട് എതിർപ്പുകൾ പാർവതി തിരുവോത്ത് നേരിടേണ്ടി വന്നത്. പിന്നീട് സിനിമകളിൽ നിന്ന് ഒരുപാട് അവസരങ്ങൾ കുറഞ്ഞതായും കണ്ടു. ആദ്യകാലങ്ങളിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ തുടർച്ചയായി നേടിക്കൊണ്ടിരുന്ന നടിയായിരുന്നു ഇവർ. ഏതോ ഒരു സിനിമയിൽ സിദ്ദീഖ് പറഞ്ഞ പോലെ മിടുക്കിയായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ച് പിന്നെ ഒരു തോൽവിയാവാൻ തുടങ്ങി. പാർവതിയുടെ അടുത്ത കാലത്തിറങ്ങിയ ഏതാനും സിനിമകൾ മാത്രമാണ് പരാജയപ്പെട്ടത്. പക്ഷേ അവരുടെ അഭിനയം ഇപ്പോഴും അടിപൊളിയാണ്. എന്താണ് നിങ്ങൾക്ക് പാർവതി തിരുവോത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർവതിയുടെ കഥാപാത്രം ഏതാണെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.